എല്ലാ ബന്ദികളെയും ശനിയാഴ്ചയ്ക്കകം വിട്ടയച്ചില്ലെങ്കിൽ ഗസയെ നരകമാക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെടിനിർത്തൽ ശനിയാഴ്ച അവസാനിപ്പിക്കുമെന്നും ട്രംപ് ഭീഷണി മുഴക്കി. വെടിനിർത്തലിനു ശേഷം എന്തു ചെയ്യണമെന്ന് ഇസ്രായേൽ തീരുമാനിക്കട്ടെയെന്നും ട്രംപ് പറഞ്ഞു. വെടിനിർത്തൽ കരാർ ലംഘനം ഇസ്രായേൽ തുടരുന്ന സാഹചര്യം മുൻനിർത്തി ശനിയാഴ്ച നടക്കേണ്ട ബന്ദിമോചനം നിർത്തിവെക്കുമെന്ന് ഹമാസ് അറിയിച്ചിരുന്നു. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് BK സുഹൈൽ ചേരുന്നുണ്ട് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. സുഹൈൽ, അമേരിക്കയിൽ പ്രസിഡന്റായി ജനുവരി 20-ന് ട്രംപ് അധികാരമേറ്റപ്പോൾ ഒരു വലിയ സമാധാനം പുലരും എന്നൊക്കെയുള്ള ആദ്യഘട്ടത്തിൽ അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു. അതിന് പിന്നാലെ വന്ന ട്രംപിന്റെ പ്രതികരണങ്ങളും നയങ്ങളും ഒക്കെ തന്നെ സ്ഥിതി കൂടുതൽ വഷളാക്കുകയാണല്ലേ? തീർച്ചയായും സ്നേഹം, ഗസയിൽ കഴിഞ്ഞ 20 ദിവസത്തോളമായി നിൽക്കുന്ന ഒരു സമാധാനം അത് അവസാനിക്കുകയാണ് എന്നതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് തന്നെ ഇടപെട്ടുകൊണ്ട് പറയുന്നു, അടുത്ത ശനിയാഴ്ചക്കകം എല്ലാ ബന്ദികളെയും മോചിപ്പിച്ചില്ലെങ്കിൽ ഗസയെ നരകമാക്കും, അത് യുദ്ധം വീണ്ടും പുനരാരംഭിക്കും, ശനിയാഴ്ച വരെ മാത്രമേ ഈ വെടിനിർത്തൽ കരാർ ഉണ്ടാവുകയുള്ളൂ, പിന്നീട് എന്താണ് ചെയ്യുക എന്ന് അത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അത് ഇസ്രായേലിന് നൽകും എന്നുവരെ പറയുകയാണ് ഡൊണാൾഡ് ട്രംപ്. കഴിഞ്ഞ ദിവസം ഹമാസ് നടത്തിയ പ്രസ്താവനയാണ് ഇപ്പോഴത്തെ ഈ ഒരു ട്രംപിൻ്റെ പ്രസ്താവനയിലേക്ക് നയിച്ചത് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അടുത്ത ശനിയാഴ്ച നടക്കേണ്ട ബന്ദിമോചനം അത് സാധ്യമാവില്ല എന്ന നിലപാടിലാണ് ഹമാസ് ഉള്ളത്. ഹമാസ് അതിന് പറയുന്ന കാരണങ്ങൾ ഇസ്രായേലും ഇസ്രായേലിൻ്റെ ഒപ്പം നിൽക്കുന്നവരും ഈ വെടിനിർത്തൽ കരാറിൻ്റെ ലംഘനം നടത്തുന്നു എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകൾ, പ്രത്യേകിച്ചും അമേരിക്കയിൽ സന്ദർശനം നടത്തിയതിനു ശേഷം അവിടെ നൽകിയ അമേരിക്കൻ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖങ്ങളിൽ ഗസയിൽ നിന്ന് ഇസ്രായേലി പിന്മാറ്റം ഉണ്ടാകില്ലെന്നും ഗസ പിടിച്ചെടുക്കുന്ന ട്രംപിൻ്റെ നിലപാടിന് സ്വാഗതം ചെയ്യുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ചിരുന്നു. എന്ന് മാത്രമല്ല, ഒരു ഭാഗത്ത് വെടിനിർത്തൽ കരാർ എന്ന് പറഞ്ഞുകൊണ്ട് ബന്ദികളെ മാത്രം മോചിപ്പിക്കുകയും ബന്ദികളെ വിട്ടുകെട്ടിക്കഴിഞ്ഞാൽ യുദ്ധം വീണ്ടും പുനരാരംഭിക്കുമെന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ നിലപാട്, അതാണ് ഇപ്പോൾ ഹമാസിനെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചിരിക്കുന്നത് എന്നും സുഹൈൽ